Hey guys, welcome back to my channel. Tips Media മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓറഞ്ചിന്റെ തൊലിയും മെഴുകുതിരിയും വെച്ചുള്ള ഒരു ലാമ്പാണ്. ഇത് എപ്പോഴും ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കാർത്തിക ദീപാവലി എന്ന ദിവസങ്ങളാണ് നമുക്ക് ഇത് ഉപകാരപ്പെടുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. നമുക്ക് സമയങ്ങളുണ്ട്, നേരെ വീഡിയോയിലേക്ക് കാണാം. അന്നേരം നമ്മൾ ആ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് ഒരു നൈഫ് എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മേള് ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം. അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഒന്ന് മുകളിലോട്ടോ ഒന്ന് താഴോട്ടോ കയറി പോവാതെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൈഫുള്ളവർക്ക് ഈ ഒരു ഇതേണക്കത്തൊരു നൈഫുള്ളവർക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലേഡോ അങ്ങനെ മറ്റ് എന്തെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങൾ നൈഫാണ് ഉപയോഗിക്കുന്നത്, അതാണെന്ന് തോന്നുന്നു ബെറ്റർ. അതായത് നമ്മൾ ആ ഒരു മോൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തുള്ള ആ ഒരു പോർഷൻ നമുക്ക് ക്ലീൻ ചെയ്യണം. നൈഫോ സ്പൂണോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ളൊരു ഭാഗം ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മളത് അകത്തുള്ള ഭാഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതായത് നമ്മൾ അതിൻ്റെ അകംഭാഗം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഈർപ്പം തട്ടാത്ത രീതിയിൽ തുണി വെച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ തുടച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലായി നല്ല പെർഫെക്റ്റ് കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അന്നേരം നമ്മൾ ഇതേ മോഡല് 3 മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അന്നേരം ആ 3 മെഴുകുതിരിയും അതിൽ 2 എടുത്ത് നമുക്ക് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അന്നേരം പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മെഴുകുതിരി നമുക്ക് മെൽറ്റാക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൗവിലേക്ക് എടുത്ത് വെക്കാം. നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഉരുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം 4 സൈഡിൽ നിന്നും ഉരുക്കി ഇറങ്ങുന്നത് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വെള്ളം പോലെ ആക്കിയെടുക്കണം. ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഓറഞ്ച് തൊലിക്കകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അന്നേരം ഒരു തിരി ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഇതൊന്ന് ഇറക്കി വെക്കാം. ഒരു 10-20 മിനിറ്റ് ഇറക്കി വെക്കാം, എന്നാലേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. അന്നേരം 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഇനി സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഞങ്ങളിപ്പം റെക്ടാങ്കിൾ രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി നിങ്ങളേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് കാണാം. അന്നേരം നമ്മളെ ലാമ്പ് ഇത്രേ ഉള്ളൂ. ക്യാമറയിൽ എടുത്തിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മളെ ലാമ്പിനെ കാണാൻ. അന്നേരം നിങ്ങൾ റിയലായിട്ടൊന്ന് ചെയ്തു നോക്കുക, എന്നാലേ അതിന്റെ ഭംഗി അറിയത്തുള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊരു ഇരുട്ടുമുറി കൊണ്ടുവച്ചാൽ ഇതിന്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് അറിയത്തുള്ളൂ. അന്നേരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദീപാവലി, കാർത്തിക അങ്ങനെയുള്ള നല്ല വിശേഷ ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ലാമ്പ് ഉപകാരപ്പെടുന്നത്. അന്നേരം നിങ്ങൾ ഈ ലാമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് സക്സസ് ആവുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അന്നേരം നമ്മൾ ഈ ഒരു ഓറഞ്ച് ലാമ്പിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ലാമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ടൈമിൽ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുറം കാണുന്ന ബെല്ലിങ്ങനെ അനേബിൾ ചെയ്യുക, എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ക്യാമറമാൻ നിതീഷ് സൈനിങ് ഔട്ട്.